എന്താ സാറേ 10 മണിക്ക് എൻ്റെ മോളുടെ കല്യാണം നടക്കാൻ പോവുക. 10 മണിക്ക് കല്യാണം ഫിക്സ് ചെയ്തിട്ട് ഇപ്പൊ ക്ഷണിക്കാൻ വന്നതാണോ? അതല്ല സാർ, ഏതല്ല? സ്ത്രീധനം കൊടുക്കാൻ വേണ്ടിയുള്ള പുരയിടം എല്ലാം വിറ്റ് 1 ലക്ഷം രൂപയായിട്ട് വന്നതാ ഞാൻ. ഓട്ടോയിൽ വെച്ച് എൻ്റെ പണം കളവ് പോയി. സാറേ, എൻ്റെ നാട് കുറച്ച് ദൂരെയാ. ഇവിടെ എനിക്കറിയാവുന്നതായിട്ട് ആരുമില്ല. പോലീസ് സ്റ്റേഷനിൽ പോയി പറയാമെന്ന് വിചാരിച്ചാൽ എത്ര കമ്മീഷൻ തരുമെന്ന് എൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുക. ഈ കല്യാണം നടന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം ഈ പണമാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. എന്നാൽ ഈ നാട്ടുകാർ എൻ്റെ മോളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞു വരുത്തും. ഈ പണം ഇന്ന് എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്നെ ജീവനോടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓട്ടോയിൽ എവിടെ നിന്ന് കയറി എവിടെ ഇറങ്ങി? കയറി അമ്പലത്തിന്റെ അടുത്ത് ഇറങ്ങി. ഓട്ടോയ്ക്ക് അവിടം വരെ പോകാൻ 40 രൂപ വേണം. നീ എത്രയാ കൊടുത്തത്? 40 രൂപ കൊടുത്തത്. ഓട്ടോയുടെ നമ്പർ അറിയോ? അറിയില്ല. ആളെങ്ങനെയുണ്ടായിരുന്നു? ശരിക്ക് ശ്രദ്ധിച്ചില്ല. നിന്നോട് സംസാരിച്ചായിരുന്നോ? ഇല്ല. ബെറ്റ്ല പാൻപ്രാഗ് സിഗരറ്റ് ഇതിലേതാ അവൻ ഉപയോഗിച്ചത്? ശ്രദ്ധിച്ചില്ല. ആ, വന്ന വഴി ഏതാണെന്ന് അറിയാൻ പാടില്ല. വണ്ടി ഓടിച്ച ഡ്രൈവറേയും അറിയാൻ പാടില്ല. കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണവും ശ്രദ്ധിച്ചില്ല. കല്യാണം മാത്രം മുഹൂർത്തത്തിൽ കൃത്യമായിട്ട് നടക്കണം. താൻ ആള് കൊള്ളാവല്ലോ. താൻ ഒരു കാര്യം ചെയ്യുക, ആ തട്ടുകടയിൽ പോയി ചായയും കുടിച്ച് പോയി കിടന്ന് ഉറങ്ങും. വൈകുന്നേരം ആകുമ്പോൾ ഈ ഇലക്ട്രിക് പോസ്റ്റിന് മുകളിൽ കയറി തൂങ്ങി നാരായണം. പിന്നെ അല്ല എന്താ പറയുക? വേറെ അടയാളം? നിങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ കള്ളനല്ല, നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതാ. എന്റെ ഫോട്ടോ വെച്ചിട്ടുള്ളവൻ എത്ര തന്നെ കഷ്ടപ്പെട്ടാലും അർഹതയില്ലാത്ത കാശ് ആഗ്രഹിക്കില്ല. മുഹൂർത്ത നേരം കഴിയുന്നതിന് മുമ്പേ നിന്റെ കാശ് എത്തിയിരിക്കും. നീ കൊടുക്കുമല്ലോ റെഡ്ഡേ, അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അതിനു മുൻപ് നമ്മുടെ ആൾക്കാർ കണ്ടിട്ടില്ലാന്ന് ഇങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ? അതെ അതെ, ഇവിടെ എന്ത് കുറ്റകൃത്യം നടന്നാലും ലോ ആൻഡ് ഓർഡർ നീയാണ്, ക്രൈം ബ്രാഞ്ച് നീയാണ്. അത് ഇവിടെയുള്ളവർക്ക് അറിയാം, ബാക്കിയുള്ളവർക്ക് അറിയില്ലല്ലോ. ആ, എന്തെങ്കിലും ഒന്ന് ചെയ്യൂ നീ. സിറ്റിയിൽ ഓടുന്ന എല്ലാ ഓട്ടോകളും 1/2 മണിക്കൂറിനുള്ളിൽ ഈ പ്രതിമയുടെ താഴെ ഉണ്ടായിരിക്കണം. റെഡ്ഡിന്റെ വീടിന്റെ മുമ്പിൽ വരണം. എല്ലാവരും ഉപകാരവും സഹായവും ദയയും കാരുണ്യവും നന്മയും വിശ്വാസവും ഉള്ളവരാണെന്ന് തെളിയിക്കണമെങ്കിൽ കാശ് ഇവിടെ കൊണ്ടുവന്ന് താ. ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തേക്കടാ. അതെ, എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോ. ഇദ്ദേഹത്തിന്റെ കാശ് ഏതോ ഒരു ഓട്ടോയിൽ നഷ്ടപ്പെട്ടു. നിങ്ങളാരും അത് എടുക്കില്ല, അത് റെഡിനറിയാം. ഓട്ടോയിൽ ഉണ്ടാവും. നമ്മളെ വിശ്വസിച്ച് വന്നതാ. റെഡ് പറഞ്ഞു അത് കിട്ടുമെന്ന്. എല്ലാരും നോക്ക്. അയാൾ ചീട്ട് കളിച്ച് കളഞ്ഞിട്ടുണ്ടാവും. വെറുതെ ഞങ്ങളെ സംശയിക്കരുത്. മോനെ, നല്ല കാര്യ. പണം ആരെടുത്താലും കൊടുത്തേക്ക് മോനെ. നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച റെഡ് വേണ്ടി സഹായിക്കാൻ. ചേച്ചി എന്തൊക്കെയായി പറയുന്നത്? എല്ലാവരുടെ വണ്ടിയിലും റെഡിന്റെ ഫോട്ടോ ഇല്ലേ? പിന്നെ ആര് കേക്കാനാ? ചേട്ടാ ചേട്ടാ, ഇതാ വരുന്നു. ഇതാ പണം കിട്ടി. ചേട്ടാ ഇതാ വരുന്നു. സത്യമായിട്ട് ഞാൻ കട്ടതല്ല. ഇദ്ദേഹം വണ്ടി മറന്നു വെച്ചതാ. ഞാൻ പറഞ്ഞത് സത്യമാ. ഇന്ന കേട്ടാ പണം. ഇതാ ഇതാ. നിന്റെ പണത്തില് നിന്റെ കൈരേഖ മാത്രമേ ഉണ്ടാവൂ. എന്റെ ഫോട്ടോ വെച്ചിട്ടുള്ളവന്റെ കൈരേഖ ഒരിക്കലും ഉണ്ടാവില്ല. വിശ്വസിക്കേ. ഈ ഉപകാരം ജീവിതകാലം മുഴുവൻ ഞാൻ ശരി ശരി, എഴുന്നേക്ക്. നന്ദിയുണ്ട്. എന്നാ ശരി, പോയിട്ടു. ഏയ്, എല്ലാരും പോയിട്ട് വാടാ.